ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ കൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം 9. പ്രഭുവും രക്ഷിതാവുമാണ് ദൈവം. പ്രപഞ്ച ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെയെല്ലാം നിയമനം ചെയ്യുന്നത് ദൈവമാണ്. തന്നെ ആശ്രയിക്കുന്നവർക്ക് ക്രമപ്രവിദ്ധമായ ശാന്തിയും ആനന്ദവും നൽകി അവരെ സംരക്ഷിക്കുന്നതും ദൈവം തന്നെ. അരൂപകനും നിർവികാരനുമായ ദൈവത്തിന് ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് സംശയിക്കാനില്ല. ദൈവത്തോടു ഭൂതവർഗത്തിനുള്ള അടുപ്പത്തിൻ്റെയും അകൽച്ചയുടെയും അനുപാതമനുസരിച്ച് സ്വാഭാവികമായി വന്നു ചേരുന്നവയാണ് ദൈവത്തിൽ ഈ ആജ്ഞാശക്തിയും രക്ഷാശക്തിയും. ദൈവത്തിൽ നിന്നും ഇത്ര അകലത്തിൽ നിന്നാൽ ഇന്നത് സംഭവിക്കുമെന്നും നിയമമുണ്ട്. ഇത്രമാത്രം സുഖവും ശാന്തിയും ലഭിക്കുമെന്നും നിയമമുണ്ട്. ഈ നിയമത്തിന് കൃത്യമായി വഴങ്ങി നിന്നുകൊണ്ടാണ് സൗരയുധ ഘടകങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രപഞ്ച ഘടകങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നിയമം ധരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് സത്യദർശികൾക്ക് പ്രപഞ്ച പ്രവർത്തനങ്ങളെല്ലാം സത്വരജ തമസ്സുകളെന്ന ത്രിഗുണങ്ങളുടെ മണ്ഡലങ്ങളിൽ ഒതുക്കി നിർത്തി വിഭജിക്കാൻ കഴിഞ്ഞത്. ബോധസ്വരൂപനായ ദൈവം കരുണാ സിന്ധുവാണ്. ദൈവത്തിൻ്റെ ഈ പ്രത്യേകതകളെല്ലാം ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള ഗുരുദേവൻ നമുക്ക് അവ വിവരിച്ച് തരികയാണ് 9-ാം പദ്യത്തിൽ. ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. വാക്കുകളുടെ അർത്ഥം എന്തെന്ന് നോക്കാം. മഹാദേവൻ, ദേവന്മാരുടെ എല്ലാം ദേവൻ. ദീനാവനപരായണൻ, ദീനന്മാരെ രക്ഷിക്കുവാൻ സദാ ഉണർന്നിരിക്കുന്നവൻ. ചിദാനന്ദൻ, ബോധസ്വരൂപൻ. ദയാസിന്ധു, കാരുണ്യസമുദ്രം. ഈ പദ്യത്തിൻ്റെ ഉള്ളടക്കം നോക്കാം. ദേവന്മാരുടെ എല്ലാം ദേവനായ ദൈവമേ, അങ്ങ് വിജയിച്ച് അരുളേണേ. ദുഃഖിതന്മാരെയും മർദ്ദിതന്മാരെയും രക്ഷിക്കാൻ സദാ ഉണർന്നിരിക്കുന്ന ദൈവമേ, അങ്ങ് വിജയിച്ചരുളേണേ. ബോധാനന്ദ സ്വരൂപനായ അവിടുന്ന് വിജയിക്കുമാറാകണേ. ദേവദേവനാണ് ദൈവം. ദൈവബോധം മങ്ങുന്നതിൻ്റെ കൂടുതൽ കുറവനുസരിച്ചാണ് മായയിൽ ഗുണമണ്ഡലങ്ങൾ ആവിർഭവിക്കുന്നത്. സത്വഗുണമണ്ഡലത്തിൽ തേജോമയങ്ങളും രജോ ഗുണമണ്ഡലത്തിൽ സങ്കല്പമയങ്ങളും തമോ ഗുണമണ്ഡലത്തിൽ ജഡമയങ്ങളുമായ പ്രപഞ്ചരൂപങ്ങൾ അങ്ങനെ ഉണ്ടായി വരുന്നു. ഓരോ ഗുണമണ്ഡലത്തിൽ നിൽക്കുന്ന ജീവിയും കൂടുതൽ ദൈവബോധം വളർത്തുകയാണെങ്കിൽ പടിപടിയായി ഗുണമണ്ഡലങ്ങളൊക്കെ കടന്ന് ഒടുവിൽ ദൈവത്തോട് ഏകീഭവിക്കും. ദൈവബോധം കുറയുകയാണെങ്കിൽ ഗുണമണ്ഡലങ്ങളിൽ താഴോട്ട് പോയി പതിക്കാൻ ഇടവരുന്നു. ഒരേ ഗുണമണ്ഡലത്തിൽ തന്നെ ആ ഗുണത്തിൻ്റെ ഏറ്റക്കുറവനുസരിച്ച് ഉയർന്നും താണും അനേക ജീവിതങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. എങ്ങനെയായാലും ഗുണങ്ങളുടെ കൂടുതൽ കുറവ് നിർണയിക്കുന്ന ഒരേ ഒരു ഘടകം ആത്മബോധം അഥവാ ദൈവബോധമാണ്. സർവത്ര ഇടതിങ്ങി ദൈവത്തെ കാണാൻ കഴിയുന്നതാണ് ദൈവബോധത്തിൻ്റെ പാരമ്യം.
ഇവിടെ ഗുണമണ്ഡലങ്ങളെല്ലാം അസ്തമിക്കുന്നു. മന്ദബുദ്ധിയായ മനുഷ്യനെ ഈ ദൈവബോധം പെട്ടെന്ന് കൈവരുക സാധ്യമല്ലെന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടു. അതുകൊണ്ട് പടിപടിയായി അവനിൽ ദൈവബോധം വളർത്താൻ അവർ കണ്ടുപിടിച്ച ശാസ്ത്രസമ്മതമായ ഒരു ഉപായമാണ് ദേവസങ്കല്പം. തന്നേക്കാൾ ആയുസ്സും ഐശ്വര്യവും തേജസ്സും നിറഞ്ഞ നിലനിൽപ്പുകളെ ദിവ്യഭാവത്തിൽ നോക്കിക്കാണാൻ അവർ മനുഷ്യനോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് സൂര്യനും ചന്ദ്രനുമൊക്കെ ദേവന്മാരും ഭൂമിയും സരസ്വതിയുമൊക്കെ ദേവിമാരും ആയത്. സൂര്യനും ചന്ദ്രനും ഭൂമിയും ശബ്ദവുമെല്ലാം ദൈവത്തിൻ്റെ തന്നെ വിവിധ പ്രകടനങ്ങളായിരിക്കെ ആദ്യത്തെ പടിയായി അവയിലൊക്കെ ദേവിത്വവും ദർശിക്കുന്നത് അത്യന്തം ശാസ്ത്രീയമായ ക്രമമാണെന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷേ ശാസ്ത്രതത്വം ഗ്രഹിക്കാൻ കഴിയാത്ത മന്ദബുദ്ധികൾ ഇതൊക്കെ അന്ധവിശ്വാസമായിട്ടാണ് കാണുന്നത്. ഈ മന്ദബുദ്ധികളെ ശ്രദ്ധിക്കാൻ പോയാൽ ജീവിതത്തിന് പരമസാഫല്യം നേടിത്തരാൻ കഴിവുള്ള വില തീരാത്ത ദർശനങ്ങളെ നാം കൈവെടിയുകയായിരിക്കും ഫലം. ഗീതയിൽ വിഭൂതി യോഗം എന്ന 10-ാം അധ്യായത്തിൽ ഈ ശാസ്ത്രതത്വം ഭഗവാൻ നന്നായി വിവരിച്ചിട്ടുണ്ട്. ദേവരൂപങ്ങളെ എണ്ണി കാട്ടിക്കൊടുത്തിട്ട് അവയിലൊക്കെ അകവും പുറവും നിറഞ്ഞു നിന്ന് അവയെ പ്രവർത്തിപ്പിക്കുന്നത് താൻ തന്നെയാണെന്നും ഭഗവാൻ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് അഖണ്ഡബോധ സ്വരൂപനായ ദൈവം ദേവന്മാരുടെ ഒക്കെ ദേവനാണ്. ആ ദേവദേവനെ സമാശ്രയിക്കുന്നവർക്ക് ഈ ലോകത്ത് ഒരു ഭയത്തിനും അവകാശമില്ല. ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത് നോക്കുക. നതത്ര സൂര്യോപാദിന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്താമനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി. ആ ദൈവത്തെ സൂര്യചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. ഈ മിന്നൽ പിണറുകളും ആ സത്യത്തെ പ്രകാശിപ്പിക്കുന്നില്ല. അഗ്നിയുടെ കാര്യവും പറയാനുമില്ല. സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന ആ ദേവദേവനോട് ചേർന്ന് നിന്ന് മറ്റെല്ലാം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ആ സത്യത്തിൻ്റെ പ്രകാശം കൊണ്ട് ഈ കാണുന്നതൊക്കെ പ്രകാശിക്കുന്നു. ഇങ്ങനെ ദേവദേവനായ ഒരു പരമസത്യം ഈ ജഗത്തിന് ആശ്രയമായുണ്ടെന്ന് മറ്റുള്ളവർ ധരിക്കുകയും ആ ദേവദേവനിൽ അഭയം തേടുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിജയം. ഈ ദേവദേവനെ സ്വസ്വരൂപമായി സാക്ഷാത്കരിച്ച് അദ്ദേഹത്തെ വിജയിപ്പിച്ച ശേഷമാണ് ഗുരുദേവൻ ജയിക്കുക മഹാദേവ എന്ന വാക്കുകളിൽ കൂടി ദൈവത്തിന് വിജയം നേരുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ദീനബന്ധുവാണ് ദൈവം. ദീനന്മാരെ സദാ സഹായിക്കാൻ കാത്തു നിൽക്കുന്നവനാണ് ദൈവം. ദൈവത്തിന് പക്ഷാഭേദമില്ല. ആര് അഭയം പ്രാപിക്കുന്നുവോ അവർക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി അനുഗ്രഹിക്കുന്നു. അഭയം പ്രാപിക്കാത്തവരെയും സദാ രക്ഷിക്കുന്ന ആളാണ് ഭഗവാൻ. എന്നാൽ അഭയം പ്രാപിക്കാത്തവർ ഭഗവത് അനുഗ്രഹം വേണ്ട പോലെ ധരിക്കാതെ സ്വന്തം സാമർഥ്യം കൊണ്ടാണ് എല്ലാം നേടുന്നതെന്ന് ഭ്രമിച്ച് ക്ലേശിക്കാൻ ഇടവരുന്നു. ഭഗവത് രക്ഷ അറിയാൻ കഴിയാത്തവർക്ക് ഭഗവാൻ രക്ഷിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാവുകയില്ലല്ലോ. ഏതു പരിതസ്ഥിതിയിലും ഈ പ്രപഞ്ചത്തിൻ്റെ ശാശ്വത സംരക്ഷകൻ ദൈവമാണെന്നറിഞ്ഞ് സർവവും അവിടെ അർപ്പിച്ച് അഭയം തേടുന്ന ആളാണ് ദീനൻ. ഇങ്ങനെ ദൈവപാദത്തിൽ സർവാർപ്പണം ചെയ്ത് അഭയം തേടിക്കൊണ്ടു വിട്ടുവീഴ്ച കൂടാതെ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന ദീനന്
ഓരോ കാൽവയ്പിലും ദൈവം തന്നെ തുണയ്ക്കാനായി കൂടെയുണ്ടെന്ന് അനുഭവപ്പെടും. ഇത്തരം ഭക്തന്മാർക്ക് ഇന്നുവരെ അനുഭവപ്പെട്ടിട്ടുള്ള ജീവിത നിയമമാണ് ഇത്. ദൈവത്തെ അറിയാതെ സ്വയം അഹങ്കരിക്കുന്നവർ ആരായാലും കഷ്ടപ്പെടും. ഞാൻ വിജയിച്ചു എന്ന ധന്യത ജീവിത അന്ത്യത്തിൽ അവർക്കുണ്ടാവുകയില്ല. ദൈവത്തെ അഭയം പ്രാപിക്കുന്ന ദീനനും ദൈവത്തിനും തമ്മിലുള്ള ഈ ബന്ധ നിയമം ഭഗവാൻ ഗീതയിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. മഹാത്മാക്കൾ സമഭാവനയോടെ ചിത്തശുദ്ധി നേടി പ്രപഞ്ചത്തിനാദികാരണമായ ദൈവത്തെ അറിഞ്ഞ് മറ്റൊന്നും കൂട്ടാതെ അവിടെ അഭയം പ്രാപിക്കുന്നു. ദൈവത്തെ അറിയാത്ത മൂഢന്മാർ സ്വയം അഹങ്കരിച്ച് കാമക്രോധാദി ആസുര സമ്പത്തുകൾ വളർത്തി ദൈനംദിനം പതിക്കുന്നു. സർവാത്മന ദൈവത്തിൽ അഭയം തേടുന്നവരോട് ദൈവത്തിനുള്ള ബന്ധം എന്താണെന്ന് ഭഗവാൻ തന്നെ പ്രഖ്യാപിക്കുന്നത് നോക്കുക. അനന്യാശ്ചിതയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. മറ്റൊന്നും കൂട്ടാതെ ചിലർ എന്നെ പരമലക്ഷ്യമായി കരുതി സദാ ചിന്തിച്ചുറപ്പിക്കുന്നു. എല്ലാ ജീവിത ചലനങ്ങളും എൻ്റെ ആരാധനമാക്കി തീർക്കുന്നു. ഒരു നിമിഷം പോലും വേർപെടാതെ ഇങ്ങനെ എന്നോട് ചേർന്നിരിക്കുന്നവരുടെ ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി ശരിപ്പെടുത്തുന്നു. എൻ്റെ ഭക്തന് ഒരിക്കലും നാശമില്ല. ചിത്തശുദ്ധിയോടെ നല്ലത് ചെയ്യുന്നവന് ഒരിക്കലും പതനമില്ല. അത്യന്ത ദുരാചാരിയായാൽ പോലും എന്നിൽ അഭയം തേടുമെങ്കിൽ അവർ ഉയർത്തപ്പെടും. എല്ലാ ഭേദചിന്തകളും വെടിഞ്ഞ് എന്നെ മാത്രം ശരണം പ്രാപിക്കുന്നവർ സർവപാപങ്ങളിൽ നിന്നും വിമുക്തനാകും. എന്നിങ്ങനെ എത്രയെത്ര സ്ഥലങ്ങളിലാണ് ഗീതയിൽ ഭഗവാൻ ഈ ജീവിത നിയമം പ്രഖ്യാപിച്ചു കാണുന്നത്. ദൈവം ദീനാവനപരായണനാണ് എന്ന് തെളിയിക്കുന്ന കഥകൾ കൊണ്ടാണ് പുരാണ ഇതിഹാസങ്ങൾ നിറയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതിക സമ്പത്തുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിലല്ല പ്രധാനമായും ദൈവത്തിൻ്റെ ദീനാവനത്വം. ചോദിച്ചാൽ ഭൗതിക സമ്പത്തും നൽകും. എങ്കിലും കൊടിയ ആപത്തുകളിൽ പോലും മനഃശാന്തിയും സുഖവും നൽകി അനുഗ്രഹിക്കുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ ദീനാവനത്വം. അതുകൊണ്ടാണല്ലോ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള നിഷ്കിഞ്ചനന്മാർ സദാ ആനന്ദ സമുദ്രത്തിൽ മുഴുകി കഴിയുന്നത്. ദൈവത്തിൻ്റെ ദീനരക്ഷണത്തിൻ്റെ പ്രതീകങ്ങളാണ് ഭാരതത്തിലെ പാണ്ഡവന്മാരും പാഞ്ചാലിയും. രാജകുലങ്ങളിൽ ജനിച്ചു വളർന്നവർ പോലും കാലത്തിൻ്റെ പിടിയിൽപ്പെട്ട് ഞെരിയുന്നതായി നാം കാണുന്നു. അപ്പോഴൊക്കെ ദൈവത്തെ സമാശ്രയിക്കുന്നവർക്ക് രക്ഷ കിട്ടുന്നതായി കാണുന്നുള്ളൂ. മരണം വാതുക്കൽ വന്ന് നിൽക്കുമ്പോൾ ധനമോ ബന്ധുക്കളോ സുഖഭോഗ സാമഗ്രികളോ ഒന്നും ഉപകരിച്ചെന്ന് വരില്ല. ഇതിനർത്ഥം ധനവും ബന്ധുക്കളും സുഖസാമഗ്രികളും ഒന്നും വേണ്ടെന്നല്ല. അവയോട് ചേർന്ന് കഴിയുമ്പോഴും ഈശ്വരൻ മാത്രമാണ് അന്തിമ ആശ്രയമെന്നുറപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്നേ ഉള്ളൂ. ആ അഭ്യാസത്തിന് ഉറപ്പുണ്ടെങ്കിൽ ദൈവം നമ്മെ തുണയ്ക്കാൻ തക്ക സമയത്ത് എത്തിച്ചേരും. പരീക്ഷിത്, ഖടാങ്കൻ തുടങ്ങിയ രാജാക്കന്മാർ സംഭവബഹുലമായ അവരുടെ ജീവിതത്തിനിടയിൽ ഈ അഭ്യാസം ഉറപ്പിച്ചിരുന്നത് കൊണ്ട് തക്ക സമയത്ത് ദൈവകാരുണ്യം നേടാൻ കഴിഞ്ഞുവെന്നാണല്ലോ പ്രസിദ്ധി. സർവാർപ്പണം ചെയ്ത് ഭഗവത് ആശ്രയം തേടുന്നവരാണ് ദീനന്മാർ. അവരെ എക്കാലത്തും ദൈവം രക്ഷിച്ചിട്ടുള്ളതായിട്ടാണ് തെളിവ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതം ദൈവം ഭക്തന് അതിരട്ട സ്വശക്തി പകർന്നു കൊടുത്ത് ദീനാവനം ചെയ്യുന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാണ്.
സ്വന്തം ജീവിതത്തിൽ തെളിഞ്ഞതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ ദീനാവനപരായണ എന്ന സംബോധന ചെയ്യാൻ അദ്ദേഹം നമ്മോട് ആവശ്യപ്പെട്ടത്. തുടരും.